ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഇതൊരിക്കലും മറക്കാൻ പാടില്ലാത്തതാണ്. കെമിസ്ട്രി പഠിക്കുന്നിടത്തോളം കാലം അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ്. ഓക്കെ, ഇനി അങ്ങോട്ട് നിങ്ങൾ ഹയർ ക്ലാസ്സിൽ കെമിസ്ട്രി പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് മാഷി ക്ലാസ്സിൽ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറയാൻ പോകുന്ന സംഗതി എങ്ങനെയാണ് ലോ ഓഫ് കൺസർവേഷനുമായി ബന്ധപ്പെട്ടെന്ന് ഞാൻ പറയാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനൊരു കെമിക്കൽ റിയാക്ഷൻ എഴുതാൻ പോവാണ്. ആ കെമിക്കൽ റിയാക്ഷൻ ഇതാണ്. മെഗ്നീഷ്യം, കേൾക്കണേ, മെഗ്നീഷ്യം എന്ന് പറയുന്ന റിയാക്ടന്റ്, അത് മെഗ്നീഷ്യം എന്ന് പറയുന്ന റിയാക്ടന്റ് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. മെഗ്നീഷ്യം ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അപ്പൊ നമുക്ക്, അതായത് മെഗ്നീഷ്യത്തിനെ കത്തിക്കുന്നു, ഓക്സിജനിൽ ബേൺ ചെയ്യുന്നു, മെഗ്നീഷ്യം ഓക്സിജനിൽ ബേൺ ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്ന ഒരു വൈറ്റ് പൗഡർ കിട്ടും. ആ പൗഡറാണ് മെഗ്നീഷ്യം ഓക്സൈഡ്. അത് റിയാക്ടന്റിന്റെ പേര് അല്ല, റിയാക്ടൻസ് കമ്പൈൻ ചെയ്തിട്ട് പ്രോഡക്റ്റിന്റെ പേര് ഇതാവല്ല പണിയൊന്നുമില്ല. മെഗ്നീഷ്യം ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്താൽ മെഗ്നീഷ്യം ക്ലോറൈഡ്, ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്താൽ മെഗ്നീഷ്യം ഓക്സൈഡ്, മെഗ്നീഷ്യം ഫ്ലൂറിനുമായിട്ട് കമ്പൈൻ ചെയ്താൽ മെഗ്നീഷ്യം ഫ്ലൂറൈഡ്, ബ്രോമിനുമായിട്ട് കമ്പൈൻ ചെയ്താൽ ബ്രോമൈഡ്, മെഗ്നീഷ്യം ബ്രോമൈഡ്. ഇപ്പൊ സോഡിയം ആണെങ്കിലോ സോഡിയം ഓക്സൈഡ്. ഓക്കെ, പിന്നെ പൊട്ടാസ്യം ആണെങ്കിലോ പൊട്ടാസ്യം ഓക്സൈഡ്, കാൽഷ്യം ആണെങ്കിലോ കാൽഷ്യം ഓക്സൈഡ്. അപ്പൊ ഈ ആദ്യം വരുന്ന മെറ്റലിന് അങ്ങനെ പേര് കൊടുക്കുക. ഓക്കെ, രണ്ടാമത് വരുന്ന നോൺ മെറ്റൽ ഉണ്ടല്ലോ, ഈ ഓക്സിജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ, നൈട്രജൻ, ഇതൊക്കെ നോൺ മെറ്റലാണ്. ഓക്കെ, അപ്പോ പേര് കൊടുക്കുമ്പോൾ വളരെ സിമ്പിൾ ആണ്. എങ്ങനെ മാഷ് പേര് ഇങ്ങനെ കൊടുക്കുന്ന, മാഷിന്റെ തോന്നിയ പോലെ കൊടുക്കണം? അല്ല, അങ്ങനെയല്ല, ഇതൊരു റൂളാണ്. ഓക്കെ, അപ്പൊ മെഗ്നീഷ്യം ഓക്സിജനുമായി കമ്പൈൻ ചെയ്താൽ ഓക്സൈഡ്, ഓക്സിജനുമായിട്ടുള്ള കോമ്പൗണ്ടിന്റെ പേരാണ് ഓക്സൈഡ്. സോഡിയം ആണെങ്കിലോ സോഡിയം ഓക്സൈഡ്, ക്ലോറിൻ ആണെങ്കിലോ ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ്. മെഗ്നീഷ്യം ആണെങ്കിൽ മെഗ്നീഷ്യം ക്ലോറൈഡ്, മെഗ്നീഷ്യം പ്ലസ് ക്ലോറൈഡ്, മെഗ്നീഷ്യം ക്ലോറൈഡ്. അപ്പൊ ഇവിടെ വരുന്നത് ക്ലോറിൻ ആണെങ്കിൽ ക്ലോറൈഡ്, ബ്രോമിൻ ആണെങ്കിൽ ബ്രോമൈഡ്, ഫ്ലൂറിൻ ആണെങ്കിൽ ഫ്ലൂറൈഡ്, ഓക്സിജൻ ആണെങ്കിൽ ഓക്സൈഡ്, നൈട്രജൻ ആണെങ്കിൽ നൈട്രൈഡ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, സൾഫർ ആണെങ്കിൽ സൾഫൈഡ്. ഓക്കെ, അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ഞാൻ എങ്ങനെയാണ് കുഞ്ഞാളെ? മെഗ്നീഷ്യം ഓക്സൈഡ് അല്ലെ, മെഗ്നീഷ്യം ഓക്സൈഡ്, മെഗ്നീഷ്യം ഓക്സൈഡ്. ഇതാണ് പ്രോഡക്റ്റ്, മെഗ്നീഷ്യം ഓക്സൈഡ്. ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. അതിനു മുമ്പ് ഇതിപ്പോ ഞാൻ കെമിക്കൽ റിയാക്ഷൻ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്തത്? ആ എലമെന്റുകളുടെ പേര്, റിയാക്ടൻസിന്റെ പേരെഴുതി, പ്രോഡക്റ്റിന്റെ പേരെഴുതി. അപ്പൊ വലിയ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ ആണെങ്കിൽ പേര് എഴുതാണെങ്കിൽ ഒരുപാട് സ്ഥലം വേണ്ടേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തും, ഒരു സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ഉപയോഗിക്കും. എന്താണ്? ഇങ്ങനെ അതിന്റെ പേര് നീട്ടി വലിച്ചെഴുതുന്നതിന് പകരം അതാതിന്റെ സിമ്പൽ ഉണ്ടല്ലോ, ആ സിമ്പല് അല്ലെങ്കിൽ ഫോർമുല ഉപയോഗിച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. മെഗ്നീഷ്യത്തിന്റെ സിമ്പൽ എന്താ? Mg. അറിയാത്തൊരു കുഞ്ഞുമില്ല അല്ലെ? Mg. ഓക്സിജനോ O2. ഓക്സിജൻ ഒരിക്കലും O ഒറ്റയ്ക്ക് നിൽക്കൂല, ഓക്സിജൻ ഒറ്റയ്ക്ക് നിൽക്കൂല, O2 രണ്ടാള് ചേർന്നിട്ടേ നിൽക്കുള്ളൂ. കഴിഞ്ഞ പാഠത്തിൽ തന്നെ കണ്ടില്ല, O2 O ഡബിൾ ബോണ്ട് O ഇങ്ങനെ ഉണ്ടാവുള്ളൂ, പരസ്പരം രണ്ട് കൈ കൊടുത്തിട്ടേ ഉണ്ടാവുള്ളൂ. ക്ലോറിൻ Cl2 ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, മനസ്സിലാക്കണ്ടോ? ബ്രോമിൻ ആണെങ്കിൽ Br2, അയോഡിൻ ആണെങ്കിൽ I2, അങ്ങനെ ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി അപ്പൊ മെഗ്നീഷ്യം ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാകുന്ന ഓക്സൈഡ് മെഗ്നീഷ്യം ഓക്സൈഡ്. ഈ ഫോർമുല എങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് വാലൻസി ഒക്കെ പറയുന്ന സമയത്ത് വാലൻസി പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാലൻസികൾ എന്താ പറയുക എക്സ്ചേഞ്ച് ചെയ്ത് നല്ല നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പൊ മെഗ്നീഷ്യത്തിന്റെ ഓക്സൈഡിന്റെ ഫോർമുല മെഗ്നീഷ്യം ഓക്സൈഡ്. സോഡിയം ആണെങ്കിൽ എന്താവും? അത് ഓർമ്മണ്ടാണല്ലോ, Na2O എന്നാ വരാം. സോഡിയത്തിന്റെ ഓക്സൈഡ് ഇതാണ്, മെഗ്നീഷ്യത്തിന്റെ MgO. ഓക്കെ, കാൽഷ്യം ഓക്സൈഡ് ആണെങ്കിൽ ഇങ്ങനെയാണ് CaO, പൊട്ടാസ്യം ഓക്സൈഡ് ആണെങ്കിൽ K2O. ഓക്കെ, അല്ല സോഡിയത്തിന്റെ അവിടെ രണ്ട് വരുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ വാലൻസി പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഫോർമുല വന്നത് എങ്ങനെയാണുള്ളത്. എനിവേ ഞാനിപ്പോ ഇവിടെ ഫോർമുല എഴുതി കഴിഞ്ഞല്ലോ. ഇതേ റിയാക്ഷനെയാണ് കുഞ്ഞോളെ ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പ്രകാരം
എന്താണ് റിയാക്ഷന് തൊട്ട് മുമ്പ് ഇതിന്റെ ടോട്ടൽ മാസ് എത്രയാണോ അത് തന്നെയായിരിക്കും റിയാക്ഷന് ശേഷമുള്ള ടോട്ടൽ മാസ്. ഇതിന്റെ ടോട്ടൽ മാസ് 10 ഗ്രാം ആണെങ്കിൽ ഇതിന്റെ ടോട്ടൽ മാസ് 10 ഗ്രാം ആവണം. ഇത് 500 ഉണ്ടെങ്കിൽ ഇവിടെ 500 ആവണം. അങ്ങനെ ആവണമെങ്കിൽ ഈ രണ്ട് സൈഡുള്ള ആറ്റങ്ങളുടെ എണ്ണം സെയിം ആവണ്ടേ? ഇവിടെ എത്ര മെഗ്നീഷ്യം ഉണ്ടോ അത്ര തന്നെ മെഗ്നീഷ്യം ഇവിടെ വേണം. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ടോ അത്ര തന്നെ ഓക്സിജൻ ഇവിടെ വേണം. എങ്കിലല്ലേ മാസ തുല്യമാവുള്ളൂ. ആയി ഇവിടെ 10 ഓക്സിജൻ ഉണ്ട്, അവിടെ 5 ഓക്സിജനേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അവിടെ 5 ഓക്സിജന്റെ മാസ് കുറയൂലേ? പാടുണ്ടോ? പാടില്ല. ഇവിടെ 10 ഓക്സിജൻ ഉണ്ട്, അവിടെ 20 ഓക്സിജൻ ഉണ്ട്. അപ്പൊ അവിടെ 10 ഓക്സിജന്റെ മാസ് കൂടൂലേ? അത് പാടുണ്ടോ? ഇല്ല. അപ്പൊ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് സംഭവിക്കണമെങ്കിൽ രണ്ട് ഭാഗത്തും മാസ് ഈക്വൽ ആവണമെങ്കിൽ, കേൾക്കണേ, രണ്ട് ഭാഗത്തും മാസ് ഈക്വൽ ആവണമെങ്കിൽ രണ്ട് ഭാഗത്തുമുള്ള ആറ്റങ്ങളുടെ എണ്ണം തുല്യമാവണം. മനസ്സിലേക്ക് ഒരു കെമിക്കൽ റിയാക്ഷൻ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഒബേ ചെയ്യുന്നതായിരിക്കണം. അങ്ങനെ ആവണമെങ്കിൽ ആ കെമിക്കൽ റിയാക്ഷനിൽ റിയാക്ടൻസിന്റെ സൈഡിലുള്ള ആറ്റങ്ങളുടെ എണ്ണവും പ്രോഡക്റ്റിന്റെ സൈഡിലുള്ള ആറ്റങ്ങളുടെ എണ്ണവും ഈക്വൽ ആവണം. ഇപ്പുറത്ത് കൂടിയാൽ എന്താവും? മാസ് കൂടിയതായി പാടില്ല. ഇപ്പുറത്ത് കുറഞ്ഞാലോ മാസ് കുറഞ്ഞതായി അതും പാടില്ല. അങ്ങനെയാണെങ്കിൽ ഈ കെമിക്കൽ റിയാക്ഷനിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ നമുക്ക് നോക്കാം, എണ്ണി നോക്കാം. ഓക്കെ, വാട്ട് ഈസ് ദി നമ്പർ ഓഫ് മാഗ്നീഷ്യം? മാഗ്നീഷ്യത്തിന്റെ മാസ് നമ്പർ എത്ര? ഒരു മാഗ്നീഷ്യമാണ് ഇവിടെ ഉള്ളത്. എത്ര ഓക്സിജനാണ് ഇവിടെ ഉള്ളത്? 2 ഓക്സിജൻ ഉണ്ട്. 2 ഓക്സിജൻ ഉണ്ട്. ഇനി ഇവിടെ എത്ര മാഗ്നീഷ്യം ഉണ്ട്? 1. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 1. ഇനി നോക്ക്, രണ്ട് സൈഡിലുമുള്ള അതാത് ആറ്റങ്ങൾ സെയിം ആണോ? മാഗ്നീഷ്യം 1 ശരിയാണ്. മാഗ്നീഷ്യത്തിന്റെ എണ്ണം തുല്യമാണ്. ഇനി ഓക്സിജൻ നോക്ക് 2, പക്ഷെ ഇവിടെ 1, ഇവിടെ ഒരു മാഗ്നീഷ്യം ഓക്സിജൻ കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഈ കെമിക്കൽ റിയാക്ഷൻ അപ്പുറത്തും ഇപ്പുറത്തുള്ള മാസ് ഈക്വൽ ആവില്ല. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഒബേ ചെയ്യുന്ന ഇക്വേഷൻ അല്ല. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഒബേ ചെയ്യാത്ത ഇക്വേഷൻ ആണ് എങ്കിൽ അതിന്റെ പേരാണ് അൺബാലൻസ്ഡ് ഇക്വേഷൻ. എന്താണ്? അൺബാലൻസ്ഡ് ഇക്വേഷൻ. അപ്പൊ ഇതൊരു അൺബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. ഓക്കെ, ഇതെന്താണ്? അൺബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നോട് പറ. എന്തുകൊണ്ട്? ഈ കെമിക്കൽ റിയാക്ഷനിൽ രണ്ട് സൈഡിലുമുള്ള ആറ്റങ്ങളുടെ എണ്ണങ്ങൾ നോക്കുമ്പോൾ അതാത് ആറ്റങ്ങളുടെ എണ്ണം ഇപ്പൊ അവിടെ സെയിം അല്ല. ഇവിടെ ഒരു ഓക്സിജൻ അധികമാണ്, അല്ലെങ്കിൽ ഇവിടെ ഒരു ഓക്സിജൻ കുറവാണ്. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഇതൊരു അൺബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. അപ്പൊ എങ്ങനെയാണ് അപ്പുറത്തും ഇപ്പുറത്തും ഒരേപോലെ ആക്കാം? അപ്പുറത്തും ഇപ്പുറത്തും ഒരേപോലെ ആക്കണമെങ്കിൽ ആ ഇക്വേഷൻ എഴുതിയിട്ട് കാര്യമുള്ളൂ. അപ്പൊ ഇനി എങ്ങനെയാണ് രണ്ട് ഭാഗത്തും ഒരുപോലെ ആക്കുന്നത് ക്ലിയർ ആണ്. മാഷ് പറയട്ടെ. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കെമിക്കൽ റിയാക്ഷൻ ഒന്നുകൂടി എഴുതാണ്. ഓക്കെ, ഇതെന്താണ്? ഇതിന്റെ പേരാണ് അൺബാലൻസ്ഡ് ഇക്വേഷൻ. ഓക്കെ, ദിസ് ഈസ് ദി അൺബാലൻസ്ഡ് ഇക്വേഷൻ. അത് അൺബാലൻസ്ഡ് എങ്ങനെ മനസ്സിലായി? രണ്ട് ഭാഗത്തുമുള്ള ആറ്റങ്ങളുടെ എണ്ണം എഴുതി നോക്കി. അപ്പൊ എനിക്ക് മനസ്സിലായി അല്ലെ? ഇനി ഞാൻ അതിനെ രണ്ട് ഭാഗത്തും ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടി ഞാൻ അതിനെ എടുത്ത് എഴുതുന്നു. O2 MgO. ഇനി ആരാ കുറവുള്ളത് ഐഡന്റിഫൈ ചെയ്യേ. ആരാ കുറവുള്ളത്? കുറവുള്ളത് ആരാ? കുറവുള്ളത് ഒരു ഓക്സിജനാണ്. എവിടെയാണ് കുറവ്? പ്രോഡക്റ്റിന്റെ സൈഡിലാണ് കുറവ്. ഓക്കെ, ഇവിടെ കുറവാണ്, ഒരു ഓക്സിജൻ ഇവിടെ കുറവാണ്. എത്ര കുറവാണ്? 1 കുറവാണ്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആവണമെങ്കിൽ ഇവിടെ 2 ആവണം. ഓക്സിജൻ എണ്ണം ഇവിടെ 2 ആവണം. എങ്ങനെ 2 ആക്കും? ഇവിടെ എഴുതാൻ പാടില്ല. 2 ആക്കാണെങ്കിൽ ഇവിടെ എഴുതാൻ പാടില്ല. അത് ബാലൻസിക്ക് എതിരാണ്. ഓക്കെ, കെമിക്കൽ ഫോർമുലയിൽ ഒന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉള്ളൂ. അപ്പൊ ഈക്വൽ ആക്കാണെങ്കിൽ ഇവിടെ 2 ചേർക്കാൻ പാടില്ല. പകരം എന്ത് ചെയ്യണമെന്ന് അറിയോ? ഒരു 2 കൊണ്ട് മുമ്പിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പൊ നോക്ക്, ഇനി നിങ്ങൾ നോക്കി, ഇവിടെ എത്രയാണ് ഓക്സിജന്റെ എണ്ണം? 2. ഇപ്പൊ ഇവിടെ ഓക്സിജൻ എണ്ണം എത്രയാണ്? ഈ 2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യും. എത്രയാ? 2.
ഓക്സിജന്റെ എണ്ണം 2. ഈക്വൽ ആയില്ലേ? നേരത്തെ ഇവിടെ ഈക്വൽ ആയിരുന്നില്ല, ഇവിടെ 2 ഇവിടെ ഒന്നും ഉണ്ടായത്. ഇപ്പോഴോ ഇവിടെ 2 ഇവിടെ 2 ഈക്വൽ. പക്ഷെ ഒരു കുഴപ്പം വന്നല്ലോ. ഈ 2 എന്നുള്ളത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത് ഓക്സിജന് മാത്രമല്ല, മെഗ്നീഷ്യത്തിനാണ്. ഈ 2 മെഗ്നീഷ്യത്തിനും ഉണ്ട്. മുമ്പ് ആണ് എഴുതിയിട്ടുള്ളത്. ഇതിന്റെ നടുവിലോട്ട് ഇങ്ങനെ എഴുതാൻ പാടില്ല, Mg2O അങ്ങനെ എഴുതാൻ പാടില്ല. അങ്ങനെയില്ല, മൾട്ടിപ്ലൈ മുമ്പിൽ എഴുതണം. ഓക്കെ, പക്ഷെ ഈ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 മെഗ്നീഷ്യത്തിനും ബാധകമാണ്. അപ്പൊ മെഗ്നീഷ്യം 2 ആയി, ഇവിടെ 1 ഉള്ളൂ. അപ്പൊ ഈക്വൽ. ഇപ്പൊ ഇവിടെ കുറവുള്ളത് ഇവിടെയാണ്. അപ്പൊ ഇവിടെ എന്താണ്? 2 ആവണം. അതുകൊണ്ട് എന്ത് ചെയ്യുക? 2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഇതെത്രയായി? ഇത് 2 ആയി. ഇപ്പൊ നോക്ക്, അതാത് ആറ്റങ്ങൾ ഇപ്പോൾ ഈക്വൽ അല്ലേ? 2 മെഗ്നീഷ്യം 2 ഓക്സിജൻ 2 ഓക്സിജൻ. ഇപ്പൊ 2 ഭാഗത്തും ആറ്റങ്ങളുടെ എണ്ണം, അതാത് എലമെന്റുകളുടെ ആറ്റങ്ങളുടെ എണ്ണം സെയിം ആയി. അങ്ങനെയാണെങ്കിൽ അതിന്റെ പേരാണ് ബാലൻസ്ഡ് ഇക്വേഷൻ. അങ്ങനെ 2 ഭാഗത്തുമുള്ള എലമെന്റുകളുടെ ആറ്റങ്ങൾ, അതാണ് എലമെന്റുകളുടെ ആറ്റങ്ങളെ ഈക്വൽ ആക്കുന്ന ഈ പ്രോസസ്സിന്റെ പേരാണ് ബാലൻസിങ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഓർ ഇക്വേഷൻ. ബാലൻസിങ് ഓഫ് chemical equation. Balancing of chemical equation. അപ്പൊ എങ്ങനെ പറയാം? നിങ്ങൾക്ക് എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഈക്വലൈസിങ്. എന്താണ് ഈക്വലൈസിങ്? എന്തിന് ഈക്വലൈസ് ചെയ്യുന്നു? ഈക്വലൈസിങ് ദി നമ്പർ ഓഫ് ആറ്റംസ്. ആറ്റങ്ങളുടെ എണ്ണത്തിന് ഈക്വലൈസ് ചെയ്യുക. ഏതാറ്റങ്ങളെ? നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഈച്ച് എലമെന്റ്. ഏതൊക്കെ എലമെന്റുകൾ അവിടെ ഉണ്ട് അതിന്റെ എല്ലാ ആറ്റങ്ങളെ. നമ്പർ ഓഫ് ഈക്വലൈസിങ് നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഈച്ച് എലമെന്റ്സ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. എന്നാണ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനിലെ അതാത് എലമെന്റുകളുടെ ആറ്റങ്ങളെ 2 ഭാഗത്തും ഈക്വൽ ആക്കുന്ന പ്രോസസ്സിന്റെ പേരാണ് ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ. അപ്പൊ അങ്ങനെ ആക്കുന്നതിന് മുമ്പ് കെമിക്കൽ ഇക്വേഷന്റെ പേരെന്താ? അൺബാലൻസ്ഡ് ഇക്വേഷൻ. ബാലൻസിങ് കഴിഞ്ഞ ശേഷം ആ കെമിക്കൽ ഇക്വേഷന്റെ പേരെന്താ? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഇതിൽ ഏത് ഇക്വേഷൻ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഒബേ ചെയ്യുന്നത്? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഓക്കെ, സോ അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ does not obey or it is against the law of conservation of mass, whereas balanced chemical equation is in accordance with the law of conservation of mass. ഓക്കെ, അപ്പൊ ഇതെന്താണ്? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പറുകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എവിടെയാണോ കുറവുള്ളത് അതിനനുസരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, എവിടെയാണോ കുറവുള്ളത് അതിനനുസരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുന്ന മുമ്പിലാണ് ഇവിടെ താഴെ എഴുതാൻ പാടില്ല. ഇതിന്റെ താഴെ സബ്സ്ക്രിപ്റ്റ് ആയിട്ടൊന്നും എഴുതാൻ പാടില്ല. അപ്പോ ഒന്ന് എഴുതുമ്പോൾ ചിലപ്പോൾ തെറ്റും. അപ്പൊ വീണ്ടും മാറ്റിയിട്ട് എഴുതണം. അത് ഒരു ഡിജിറ്റ് കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ കൊടുത്തില്ലേ, ഇവിടെ നോക്കി ഓക്സിജൻ നേരത്തെ മാഗ്നീഷ്യം ബാലൻസ്ഡ് ആണ്. എനിക്ക് ഓക്സിജൻ ബാലൻസ് ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ ഞാൻ ഓക്സിജൻ ബാലൻസ് ചെയ്യുമ്പോൾ എന്തായി? മാഗ്നീഷ്യം ബാലൻസ് അല്ലാതായി. ഈ റിയാക്ഷനിൽ മാഗ്നീഷ്യം ബാലൻസ്ഡ് ആണ്. മാഗ്നീഷ്യത്തിന്റെ എണ്ണം ഈക്വൽ ആണ്, ഓക്സിജന്റെ എണ്ണമാണ് ഈക്വൽ അല്ലാത്തത്. അങ്ങനെ ഞാൻ ഓക്സിജന്റെ എണ്ണം ഈക്വൽ ആണെങ്കിൽ 2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ മാഗ്നീഷ്യത്തിന്റെ എണ്ണം ബാലൻസ് അല്ലാതായി. അപ്പൊ ഞാൻ വീണ്ടും മാഗ്നീഷ്യത്തിന്റെ എണ്ണം ബാലൻസ് ചെയ്യാൻ വേണ്ടി നോക്കണം. അപ്പൊ ഒന്നിനെ ബാലൻസ് ചെയ്യുമ്പോൾ മറ്റേതിൽ തെറ്റ് വരാം. അതുകൊണ്ട് ഇത് വീണ്ടും ഇങ്ങനെ ട്രൈ ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് ഇതിന്റെ പറഞ്ഞ പേരാണ്, ഇങ്ങനെ ചെയ്യുന്നതിന്റെ പേരാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ഇത് ടെക്സ്റ്റിലില്ല, ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ഓക്കെ, ട്രയൽ ചെയ്യുക, തെറ്റുണ്ടാവും. വീണ്ടും ട്രയൽ ചെയ്യുക, തെറ്റുണ്ടാവും. ഏതുവരെ? അവസാനം ശരിയാവുന്നത് വരെ ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇതേപോലെ ഇപ്പൊ സംഗതി അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ, സംശയമില്ലല്ലോ. അപ്പൊ ഇതുപോലെ നമ്മൾ 2-3 കെമിക്കൽ റിയാക്ഷൻസ് കൂടി ബാലൻസ് ചെയ്തിട്ട് നമുക്ക് ഈ ടോപ്പിക് ഇവിടെ ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാനിത് വായിച്ചു. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടുള്ള 2-3 കെമിക്കൽ റിയാക്ഷൻസിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആദ്യം ചെക്ക് ചെയ്യണം കേട്ടോ. ചിലപ്പോൾ തന്നിട്ടുള്ള റിയാക്ഷൻ ബാലൻസ്ഡ് ആയിരിക്കും. ആരെയും നിങ്ങൾ ബാലൻസ് ചെയ്യാനൊന്നും നിൽക്കണ്ട, അതിനെ തെറ്റി ചെയ്താനൊന്നും നിൽക്കണ്ട. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നു, C+O2 gives CO2.
നിങ്ങൾ ചെക്ക് ചെയ്യാം അങ്ങനെ കാർബണിന്റെ എണ്ണം എത്ര 1, ഇവിടെ എത്ര 1, ഇവിടെ ഓക്സിജന്റെ എണ്ണം എത്ര 2, ഇവിടെ എത്ര 2, അപ്പൊ 1 1 2 2. എന്താണ് ആറ്റങ്ങളുടെ എണ്ണം? അതാത് എലമെന്റുകളുടെ ആറ്റങ്ങളുടെ എണ്ണം സെയിം ആണ്, അതുകൊണ്ട് അതെന്താണ് ബാലൻസ്ഡ് ആണ്. ഇനി നിങ്ങൾ എന്താക്കണ്ട, അതിനെ വീണ്ടും ശരിയാക്കാൻ നിൽക്കണ്ട, അത് ശരിയായിട്ട് തന്നെയാ ഉള്ളത്. ബാലൻസ്ഡിനെ നിങ്ങൾ വീണ്ടും ബാലൻസ് ആക്കാൻ നോക്കിയാൽ കിട്ടുന്നത് തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ ബാലൻസ്ഡ് ആണെങ്കിൽ പിന്നെ അവിടെ ഒന്നും ചെയ്യാനില്ല, അത് ചെക്ക് ചെയ്യണം. അപ്പൊ ബാലൻസ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ എന്ത് ചെയ്യണം, ബാലൻസ്ഡ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ വേറൊരു റിയാക്ഷൻ ചെയ്യാൻ പോവാണേ. ഇനിയിപ്പോ ഞാൻ വലിയ പേര് ചെയ്യുന്നില്ല, സിമ്പിൾ ബേസിന്റെ നേരാണ്. ഓക്കെ, നമ്മൾ ബാലൻസ് ചെയ്യാൻ പോകുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 2-3 ചെയ്യാം കേട്ടോ നമുക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സിങ്ക് പ്ലസ് HCl, സിങ്ക് പ്ലസ് HCl gives സിങ്ക് ക്ലോറൈഡ് പ്ലസ് H2. ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് സിങ്ക് ആഡ് ചെയ്താൽ, അതിൽ നിന്ന് ഒരു ബബിൾസ് വരും. ആ ബബിൾ ആണ് ഹൈഡ്രജൻ ഗ്യാസ്. പിന്നെ എന്താണ് ആ പാത്രത്തിൽ ബാക്കിയാവുന്നത് സിങ്ക് ക്ലോറൈഡ് ആണ്. ഇതെന്താണ് സിങ്ക്, ഇത് ഹൈഡ്രജൻ ക്ലോറൈഡ് അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്. സിങ്ക് ഹൈഡ്രജൻ ക്ലോറൈഡ്, സിങ്ക് ക്ലോറൈഡ് ഹൈഡ്രജൻ. ഇനി നിങ്ങൾ ആദ്യം ബാലൻസ്ഡ് ആണോ നോക്കാം. ഓക്കെ, എങ്ങനെ നോക്കൂ. ഓക്കെ, ഇതില് സിങ്കിന്റെ എണ്ണം 1 ബാലൻസ്ഡ്, സിങ്കിന്റെ എണ്ണം ബാലൻസ്ഡ്. ഹൈഡ്രജന്റെ എണ്ണം 1, ഇവിടെ 2. ക്ലോറിന്റെ എണ്ണം 1, ഇവിടെ 2. അപ്പൊ നോക്കട, സിങ്കിന്റെ എണ്ണം മാത്രമേ ഇവിടെ ബാലൻസ്ഡ് ആയിട്ടുള്ളൂ. ഹൈഡ്രജൻ ഇവിടെ 1 കുറവാണ്, റിയാക്ടൻസിന്റെ സൈഡിൽ 1 കുറവാണ്. അതേപോലെ ക്ലോറിൻ റിയാക്ടൻസിന്റെ സൈഡിൽ 1 കുറവാണ്. സോ ദിസ് ഈസ് ആൻ അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഇതെന്താക്കണം, നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴി ഇത് ബാലൻസ് ചെയ്യാണ്ട് നോക്കണം. അപ്പൊ ആദ്യം ചെയ്യണം, അത് വീണ്ടും എടുത്ത് എഴുതുക. സിങ്ക് പ്ലസ് HCl gives സിങ്ക് ക്ലോറൈഡ് പ്ലസ് H2. ഏതാ കുറവുള്ളത്? ക്ലോറിനല്ലേ കുറവുള്ളത്, അതേപോലെ ഹൈഡ്രജനല്ലേ കുറവുള്ളത്. എത്ര കുറവുണ്ട് ക്ലോറിൻ? ഈ ഭാഗത്ത് 1 കൂടുതലാണ്, ഇവിടെയാണെന്ന് കുറവ്. കേൾക്കടാ, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉള്ളൂ. അപ്പൊ ഇവിടെ 1 അധികം വേണം. എന്താ ചെയ്യേണ്ടത്? അധികം വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഞാൻ വേറെ മഷീനിൽ കാണിക്കാതെ ഞാൻ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നേരത്തെ അവിടെ അതില്ല, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ഇനി നോക്കാം ബാലൻസ്ഡ് ആയോ നോക്കാം. സിങ്കിന്റെ എണ്ണം 1. ഓക്കെ, ഈ 2 രണ്ടാൾക്കും ബാധകമാണ്, 2 പേർക്കും ബാധകമാണ്. 2 കൊണ്ട് മുമ്പിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 2 പേർക്കുള്ളതാണ്. അപ്പൊ ഹൈഡ്രജൻ എത്ര? 2. ക്ലോറിൻ എത്ര? 2. ഇവിടെ സിങ്ക് 1, ക്ലോറിൻ 2, ഹൈഡ്രജൻ 2. 1 1 2 2 2 2 ബാലൻസ്ഡ്. അതെങ്ങനെ മാഷ്, നമ്മള് ക്ലോറിനെ മാത്രമല്ല ബാലൻസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഹൈഡ്രജനെ ബാലൻസ് ചെയ്തില്ലായിരുന്നല്ലോ. വേണ്ട, ക്ലോറിനെ ബാലൻസ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ഹൈഡ്രജൻ ബാലൻസ്ഡ് ആയി. ചില സ്ഥലത്ത് ഏതെങ്കിലും ഡിജിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ ബാലൻസ് ആയിട്ടുണ്ടാവും. ഇത് കൃത്യമായിട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് കുറെ ട്രയൽ ചെയ്യേണ്ട വന്നില്ല. ആദ്യത്തെ ട്രയലിൽ തന്നെ അത് ബാലൻസ്ഡ് ആയി. ആദ്യത്തെ ട്രയലിൽ എറർ വന്നില്ല, അതുകൊണ്ട് അത് ശരിയായി. ഓക്കെ, അപ്പൊ ഇതിന്റെ ബാലൻസ്ഡ് ഫോം ആണ്. ഇത് അൺബാലൻസ്ഡ് ആണ്, ഇത് ബാലൻസ്ഡ് ആണ്. ഓക്കെ, ഇത് അടുത്ത ക്വസ്റ്റ്യൻ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. സിമ്പിൾ അല്ല, കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അലുമിനിയം ഓക്സിജനുമായി കമ്പൈൻ ചെയ്താൽ എന്തുണ്ടാകും? അലുമിനിയത്തിന്റെ ഓക്സൈഡ് ഉണ്ടാകും. അലുമിനിയത്തിന്റെ ഓക്സൈഡിന്റെ ഫോർമുല ഇതാണ്, Al2O3. ഇതാണ് അലുമിനിയത്തിന്റെ ഓക്സൈഡ്. ഓക്കെ, ബാലൻസ്ഡ് ആണെന്ന് ചെക്ക് ചെയ്യ്. അലുമിനിയം എത്രയാണുള്ളത്? 1. അലുമിനിയം ഉള്ളത് 1, ഓക്സിജൻ ഉള്ളത് എത്രയാ? അത് 2. ഇവിടെ അലുമിനിയം എത്രയാണുള്ളത്? 2, ഓക്സിജൻ ഉള്ളത് 3. 1 ബാലൻസ് അല്ല, അലുമിനിയം ബാലൻസ് അല്ല, ഓക്സിജൻ ബാലൻസ് അല്ല, 2 ബാലൻസ് ആക്കേണ്ടി വരും. അല്ലേ? ആണ്. അപ്പൊ ഞാൻ എന്താക്കുന്നത്, കുറച്ച് ട്രയൽ ചെയ്യേണ്ടി വരും.
സോ ഇത് ബാലൻസ്ഡ് അല്ല, അൺബാലൻസ്ഡ് ആണ്. അപ്പൊ ബാലൻസ് ആക്കാൻ വേണ്ടിട്ട് ഞാൻ ഇതിനെ ഒന്ന് എടുത്തെഴുതാണ്. അലുമിനിയം പ്ലസ് O2 gives Al2O3. അപ്പൊ അലുമിനിയം ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉള്ളൂ. അപ്പൊ ഞാൻ എന്താക്കുന്നെന്ന് അറിയാവോ? അലുമിനിയത്തിന് ബാലൻസ് ചെയ്യണമെങ്കിൽ ഇവിടെ 2 ഉള്ളത് ഇവിടെ 2 ആണ്. ഇവിടെ എങ്ങനെ 2 ആക്കും? യെസ്, സംശയമില്ല, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അലുമിനിയം ബാലൻസ്ഡായി. പക്ഷെ ഓക്സിജൻ ബാലൻസ്ഡ് ആണ്. ഇവിടെ 2, ഇവിടെ 3 ആണുള്ളത്. ഇവിടെ 2ഉം ഇവിടെ 3ഉം ആണുള്ളത്. ഒന്നെങ്കിൽ ഇവിടെ 2 ആക്കണം, അല്ലെങ്കിൽ ഇവിടെ 3 ആക്കണം. 3നെ 2 ആക്കാനോ 2നെ 3 ആക്കാനോ മൾട്ടിപ്ലൈ ചെയ്താൽ പറ്റുമോ? നമുക്ക് ഇവിടെ നോക്ക്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. 1നെ 2 ആക്കാനോ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. ഇവിടെ 1നെ 2 ആക്കിയാൽ മതി, അതുകൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. പക്ഷെ ഇവിടെ ഓക്സിജൻ നോക്ക്, ഇവിടെ 3, ഇവിടെ 2. എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ ഇതിനെ 3 ആക്കണം, അല്ലെങ്കിൽ ഇതിനെ 2 ആക്കണം. 2നെ 3 ആക്കാൻ മൾട്ടിപ്ലൈ ചെയ്താൽ പറ്റുമോ? പറ്റുമോ? ഇല്ല. 3നെ 2 ആക്കാൻ മൾട്ടിപ്ലൈ ചെയ്താൽ പറ്റുമോ? പറ്റൂല. അപ്പൊ എന്താ നിങ്ങളറിയോ? ഇവിടെ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 6 ആയില്ലേ? ഇവിടെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 6 ആയില്ലേ? ഇവിടെ 3 ആക്കുന്നില്ല, അവിടെ 2 ആക്കുന്നില്ല. അപ്പൊ അവരെ 2 സൈഡിൽ 6 ആക്കുന്നു. പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ ഇവിടെ അലുമിനിയത്തിന്റെ വളരെ സിമ്പിൾ അല്ലേ? ഇവിടെ 2 ഉണ്ടായിരുന്നു, ഇവിടെ 1 ഉണ്ടായിരുന്നു. അതുകൊണ്ട് 1നെ 2 ആക്കി. ഈസിയാണ്, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പറ്റും. പക്ഷെ ഇവിടെ പറ്റൂല, മൾട്ടിപ്ലൈ ചെയ്താൽ പറ്റൂല. അപ്പോ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സൈഡ് 6 ആക്കുന്നു. 6 ആക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇപ്പൊ എത്ര ആയത്? 6 ആയില്ലേ? ഇനി ഇവിടെ 6 ആണെങ്കിൽ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇത് 6 ആയില്ലേ? അപ്പൊ ഓക്സിജൻ ബാലൻസ്ഡ് ആയില്ലേ? ഓക്സിജൻ എണ്ണം നോക്കി, ഓക്സിജൻ എണ്ണം നോക്കി. 6 ഓക്സിജൻ ബാലൻസ്. അങ്ങനെ ബാലൻസ് ചെയ്തപ്പോൾ അലുമിനിയം തെറ്റി. അലുമിനിയം ഇവിടെ എത്ര ഉണ്ട്? ഇപ്പൊ 4 ഉണ്ട്. ഇവിടെ എത്ര ഉള്ളത്? 2. ഇവിടെ കുറഞ്ഞില്ല. എത്ര കുറഞ്ഞു? 2 കുറഞ്ഞു. അത് പണിയില്ല. 2നെ 4 ആക്കാന് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പൊ 4 ആയില്ലേ? 4 ഓക്സിജൻ 6. സോ ബാലൻസ്ഡ്. ഇപ്പൊ അത് ബാലൻസ് ആയി. ഇപ്പൊ ക്ലിയർ ആയോ? സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസ് നമുക്ക് പിന്നെ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇതൊന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ബാക്കി അങ്ങനെയുള്ളത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ.